പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 5 14 വാക്യം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതിന് ആദ്യമേ നമ്മൾക്ക് വെളിച്ചമുള്ളവരാകാം. നമ്മളിൽ തന്നെ വെളിച്ചമില്ലെങ്കിൽ നമ്മൾ എപ്രകാരമാണ് വെളിച്ചം മറ്റുള്ളവർക്ക് കാണിച്ച് കൊടുക്കുക? അപ്പം അതിനുള്ള ഒരേ ഒരു മാർഗം പരിശുദ്ധാരൂപിയാൽ നിറയുക എന്നത് മാത്രമാണ്. വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുക, വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക. വചനം മാംസമായെന്ന് പറയുന്നത് പോലെ വചനം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ചൈതന്യത്താൽ നമ്മൾ നിറയും. അപ്രകാരമുള്ള ആ ചൈതന്യം ഒളിച്ചു വയ്ക്കുക സാധ്യമല്ല. അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ക്രിസ്തു നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ആ ക്രിസ്തീയത അല്ലെങ്കിൽ ആ കരുണ നിഴലിക്കും. ക്രിസ്തു നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കും. അത് ഓട്ടോമാറ്റിക്കാണ്. അത് ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മറ്റുള്ളവരോട് ക്രൂരരായി പെരുമാറുന്നവർ അവർ പാവപ്പെട്ടവരാണ്. കാരണം അവരുടെ ഉള്ളിൽ അന്ധകാരമാണ്. അവർക്ക് ക്രിസ്തുവിനെ അറിയില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ക്രിസ്തുവിനെ പകർന്ന് കൊടുക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു അനുഭവം ഉള്ളവർ, ക്രിസ്തു അനുയായികൾ എപ്പോഴും കരുണയോടെ വർത്തിക്കാൻ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഒരു വശത്തിൽ പറഞ്ഞ ബാധ്യസ്ഥരാണ്. രണ്ടാമത് പറഞ്ഞാൽ അവർക്ക് അത് അങ്ങനെ പറ്റൂ. ഇടയ്ക്കൊക്കെ ഇടർച്ചകൾ ഉണ്ടാകാം. എന്നാലും അവരുടെ ഒരു പ്രീഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു നിലപാട്, അബ്ബാ പിതാവ് നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നിന്നോട് ആരെങ്കിലും ദ്രോഹം ചെയ്താൽ അവർക്ക് നന്മ ചെയ്യണം, അവരെ ശപിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ, ഒരു കണ്ണിന് പകരം മറ്റേ കണ്ണ്. അപ്പോൾ ഒരു ചെകിടത്ത് അടിക്കുന്നവനും മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഒപ്പം 1 മൈൽ നടക്കാൻ ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈൽ നടക്കുക എന്നതാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള വചനം.
അപ്പോൾ ഈ വചനം വായിച്ച് അതിൻ്റെ അന്തസത്ത അനുദിനം ധ്യാനിക്കുന്നവർ ക്രമേണ അവർ ആ വചനാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് അവരെത്തിപ്പെടും. അല്ലെങ്കിൽ അവർക്ക് അത് സംഭവിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും. നിങ്ങൾ അനുദിനം വചനം വായിച്ച് ധ്യാനിക്കുന്നവരാണെങ്കിൽ ഒരു ടിപ്പിംഗ് പോയിന്റ് വരുമ്പോൾ നിങ്ങൾ വചനാധിഷ്ഠിത ജീവിതത്തിലേക്ക് നിങ്ങൾ നിങ്ങൾ നയിക്കപ്പെടും. നിങ്ങൾക്കത് എന്തെന്നില്ലാതെ ഇഷ്ടപ്പെടും. പിന്നെ അതില്ലാതെ പറ്റില്ലെന്നുള്ള അത് മാത്രം മതി എന്നുള്ള ഒരു നിലപാട് വരും. അല്ലെങ്കിൽ ക്രിസ്തീയതയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ആത്മീയതയിൽ നമ്മൾ വളർച്ച പ്രാപിക്കുന്നില്ല എന്നതാണ് അത് കാണിക്കുന്നത്. വചനം വായിക്കുക മാത്രമല്ല, ധ്യാനിക്കുക മാത്രമല്ല, വചനാധിഷ്ഠിതമായി ഇഷ്ടത്തോടെ വചനാധിഷ്ഠിതമായി ജീവിക്കും. ഇന്നൊക്കെ വളരെ രസകരമായ അനുഭവങ്ങളായിരുന്നു. അതായത് നമ്മൾ ഈ വചനം അനുദിനം വായിക്കുമ്പോൾ നമ്മൾ ഭയങ്കര വിനയമുള്ളവരാകും. ഓക്കെ, അപ്പം ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് സഹിക്കുന്നവരോടൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ വിനയം. ഓക്കെ, അപ്പം നമ്മൾ ഹോട്ടലിൽ പോയാൽ പല സമയത്തും ഈ സപ്ലയേഴ്സിനൊക്കെ ടിപ്പ് കിട്ടും. പക്ഷെ പുറത്ത് ആ കാറ് റിവേഴ്സ് എടുക്കാനൊക്കെ പറഞ്ഞു നിൽപ്പുണ്ട്. അവനാരും ഒന്നും കൊടുക്കില്ല. അവൻ ആ മഴയും വെയിലും കൊണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളത് കാണുമ്പോൾ നമ്മൾ അവനെ ടിപ്പ് ചെയ്യും. ഷുവർ, അവൻ്റെ ജീവിതം അത്ര ദുരിതത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് യാത്രക്കിടയിൽ ഒരു ഒരു പെൺകുട്ടി ഒരു 5-6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷോൾഡറിൽ വലിയൊരു ബാഗ് കിടപ്പുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഫ്ലൈറ്റിനകത്തോട്ട് കയറുകയാണ്. ഫ്ലൈറ്റിൽ 7 കിലോ ഉള്ള ബാഗ് സമ്മതിക്കുള്ളൂ. ഒരു ചെറിയ ബാഗിനകത്ത് 15 കിലോ കുത്തി കയറ്റിയിട്ടുണ്ട്. ഒരു കയ്യിൽ കുഞ്ഞിരിക്കുന്നു. ഇത് എടുത്തിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഷോൾഡറിൽ നിന്ന്. അപ്പോൾ പുറയുന്ന ആൾക്കാരിങ്ങനെ തിക്കുന്നു. അപ്പം എൻ്റെ മുമ്പിലാണ് ഇവർ. നമ്മൾ ഒരു ധൃതിയും വേണ്ട, അവിടെ നിൽക്ക്. എന്നിട്ട് പിന്നെ ഞാൻ ആ ഷോൾഡർ ബാഗ് അതിൻ്റെ ഒന്ന് വാങ്ങിച്ചിട്ട് അപ്പുറത്തെ സീറ്റിൽ വെച്ച് കൊടുത്ത്, എന്നിട്ട് ആ കൊച്ചിനെ അവിടെ വെക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിന്ന് തള്ളി അതിൻ്റെ മുകളിലോട്ട് കയറ്റാനായിട്ട് ബാഗ് മുകളിലോട്ട് വെക്കാനായിട്ടൊക്കെ സഹായിച്ചു. എൻ്റെ ക്രിസ്തീയതയാണത്. എന്നെ ക്രിസ്തു ചെയ്യിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഭക്ഷണം വന്നു കഴിഞ്ഞപ്പോൾ ഈ ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നന്ദിയോടെ ഒരു കുരിശ് വരാ. യേശുവെ നന്ദി, ഹല്ലേലൂയ. അതിനൊന്നും ചമ്മലൊന്നുമില്ല. ക്രിസ്തു നൽകുന്ന എല്ലാത്തിനും നമ്മൾ നന്ദി പറയുന്നു. ആളുകളത് കാണുന്നു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് മേഘത്തിലൊക്കെ പോയിട്ട് ഭയങ്കര കുലുക്കം. അപ്പോൾ ദേവദൂതന്മാരെ കാത്തുകൊള്ളണേ. ഇനി ഇതോടുകൂടി പോവുകയാണെങ്കിൽ എൻ്റെ സകല പാപവും പൊറുക്കണമേ ദൈവമേ എന്നൊരു പ്രാർത്ഥന. ഉറക്കല്ലോട്ടോ, അത് പതുക്കെ. കഴിഞ്ഞ് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തു. ഓക്കെ, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. എല്ലാവർക്കും താങ്ക് യു, നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനം യൂബർ ടാക്സി ഒരെണ്ണം പിടിക്കുക. യൂബർ ടാക്സി വന്നു. ആ ടാക്സി ഒട്ടും ക്ലീനല്ല. ഓടിക്കുന്നവൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. കാറിനകത്തൊക്കെ ഒരു കഞ്ചാവിൻ്റെ മണം. അതിനകത്തിരുന്ന് വലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല മഴ, ഭയങ്കര മഴ.
അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, ഇതൊക്കെ വണ്ടി ഇങ്ങനെ കിടന്ന് ചാടുന്നുണ്ടല്ലോ, ഇതിൻ്റെ ടയറിന് വല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ചേട്ടന് സ്മൂത്തായിട്ട്, ചേട്ടനൊന്നല്ല വേറെ എന്തൊക്കെയോ പറഞ്ഞു, സ്മൂത്തായിട്ട് പോകണമെങ്കിൽ വലിയ വണ്ടി പിടിക്കണം, ഇതൊന്നുമല്ല. ആ, ഭയങ്കര, ഞാൻ പറഞ്ഞു ഓക്കെ സോറി. അപ്പം എൻ്റെ ഉള്ളിൽ സാത്താൻ എനിക്ക് എന്നെ ചിന്തിപ്പിക്കുകയാണ്, ഇവനിട്ടൊരു പണി കൊടുക്കണം, ഇവന് ഫീഡ്ബാക്ക് വരുമ്പോൾ ഇവന് 5-1 കൊടുക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ക്രിസ്തു ചോദിക്കുകയാണ്, നീയാണ് ക്രിസ്തുവനിയായി. ശത്രുവിനെ സ്നേഹിക്കാനല്ല ഞാൻ പറഞ്ഞേക്കണത്, നിന്നെ ദ്രോഹിക്കുന്നവന് നന്മ ചെയ്യാനല്ല ഞാൻ പറഞ്ഞേക്കണത്. അപ്പോൾ ഇവിടെ വന്ന് ഒന്ന് ഇറക്കി, അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞു. അവന് 5-5 കൊടുത്തു വിട്ടിട്ടുണ്ട്. റേറ്റിംഗ് 5-5. അവൻ്റെ സ്കിൽ എന്താണ്? അടിപൊളി ഡ്രൈവിങ്. നമ്മളെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ ആ മഴയത്ത് നല്ല അന്തസ്സായിട്ട് കാർ ഓടിച്ച് തന്നെ ഇവിടെ എത്തി. അപ്പോൾ അതുമൊക്കെ ഒരു ക്രിസ്തുവിൻ്റെ ഇടപെടലാണ്. അവൻ 100% ചിന്തിച്ചിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ നിന്ന് 0 റേറ്റിംഗ് ആയിരിക്കും കിട്ടുക, ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് അവൻ ഉറപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഇന്നത്തെ എനിക്കത് പറ്റില്ല. കാരണം ഞാൻ ഫോളോ ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ്. അപ്പോൾ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക, ദേഷ്യത്തെ സ്നേഹം കൊണ്ട് കീഴടക്കുക, ഇതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അത് ചെറുതായിട്ടെങ്കിലുമൊക്കെ ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതിൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമ്മൾക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ വെളിച്ചത്താൽ നിറയാം. ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഒരു അറ്റാച്ച്മെൻ്റ് പോലെ വെച്ച് കെട്ടാതെ വചനാധിഷ്ഠിതമായ ക്രിസ്തുവായി ജീവിക്കാൻ, വചനാധിഷ്ഠിതമായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. കുറവുകളുണ്ടാകും, വീഴ്ചകളുണ്ടാകും. വീണ്ടും ശ്രമിക്കുക, വീണ്ടും ശ്രമിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒരു തിരിച്ചുപോക്കിന് പറ്റാത്ത ഒരു വിശുദ്ധിയിലേക്ക്, അതിവിശുദ്ധിയിലേക്ക് കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തും. നമ്മൾ കാളക്കൂറ്റിനെ പോലെ തുള്ളിച്ചാടും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.